എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരുടെയും പേര് എഴുതിയിട്ടുള്ള ഒരു വീലാണ് അവിടെ ഉള്ളത്. അതിന്റെ മുന്നിൽ ഓരോ ആരോസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ ആരോസിന്റെ മുന്നിൽ നമ്മൾ ഓരോ ഫ്രൂട്ട്സും ഇത് കൊണ്ടുവെക്കും. അതിനുശേഷം ഈ വീല് ഒരാൾ കറക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഏത് ഫ്രൂട്ടാണോ കിട്ടുന്നത് ആ ഫ്രൂട്ട് വെച്ചിട്ടായിരിക്കും ഓരോ റൗണ്ടിലും നമ്മൾ നമ്മുടെ മുന്നിലുള്ള കേക്ക് ഉണ്ടാക്കേണ്ടി വരിക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസാനം ആരുടെ കേക്കാണോ ഏറ്റവും ബെസ്റ്റ് ആവുന്നത് അവരായിരിക്കും ചാലഞ്ച് വിന്നർ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി സജസ്റ്റ് ചെയ്തതാട്ടെ ഈ ജെല്ലി കേക്ക് ചെയ്യാന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ. ഇതിനു മുന്നേ നമ്മൾ ജെല്ലി കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാട്ടർമെലൻ അല്ലേ? ബ്ലാക്ക് കളർ സീഡ് അങ്ങനത്തെ സെറ്റ് ആക്കിയിട്ടായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും. അതിൽ കേട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് പിങ്ക് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ കിവി ഉണ്ട്. ഇതിലേക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയാൽ മതി. അതെന്നാണ് എന്റെ പ്രശ്നം. പക്ഷെ ഈ മാംഗോ ടേസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാംഗോ ആയിരിക്കും രസം. ഇത് പുളി ആയതുകൊണ്ട് അധികം ആർക്കും എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടത്. അപ്പൊ വീല് കറക്കിട്ട് നോക്കാം. ഞാൻ കറക്കാല്ലേ? ഓക്കെ. കാണാൻ നല്ല ഭംഗിയുണ്ടോ? ടേസ്റ്റിൽ എങ്ങനെ നമ്മൾ ഓരോ റൗണ്ടിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തതിനു ശേഷം അവസാനം നമ്മൾ ഇതിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചിട്ടാണ് ഈ ജെല്ലി ഫ്രൂട്ട് കേക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോ കേക്ക് ആവുമ്പോ റൗണ്ടിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ബോർഡർ പോലെ ഫസ്റ്റ് യെല്ലോ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കിവിയുടെ അടുത്ത് ഞാൻ സെന്ററിൽ ഇങ്ങനെ ചെറുതായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് പൂക്കണക്ക് ഇടൂല, അതുപോലെ പല കളേഴ്സിലായിട്ട് അങ്ങനെ വെച്ചു. നമ്മൾ ഫസ്റ്റ് ഇടുന്ന ഫ്രൂട്ട് ഏതാണോ അതാണ് ഈ മുകൾ ഭാഗത്തിലേക്ക് വരിക. അപ്പൊ ഞാൻ നല്ല കളർഫുൾ ആക്കിയിട്ട് മൊത്തത്തിൽ തറച്ച് ഇതിൽ നമ്മൾ ജെലാറ്റിൻ ഒഴിച്ച് ഇത് ജെല്ലി ആയി വരുന്ന സമയത്ത് നമ്മളിന്ന് മറച്ചിടും. അപ്പൊ ഇതിന്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ബാക്കി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വരുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവട്ടെ കാണാൻ. എന്റെ അടുത്ത് ഈ കേക്ക് മറിച്ചിടുമ്പോ മുകളിൽ യെല്ലോ ആയിരിക്കും. ഇനി അടുത്ത ഫ്രൂട്ട് വരുന്നതിന് നടുവിൽ ആ ഡബിൾ കളർ ആയിട്ടേക്ക് എന്റെ കേക്ക് വെക്കുക. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സാ വരാൻ നോക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ടുള്ളത് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. എനിക്ക് സ്ട്രോബെറി സ്ട്രോബെറി വേണ്ട, കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ കാണൂല. എനിക്ക് ആപ്പിൾ കിട്ടിയാൽ മതി എന്നാണ് കേട്ടോ. ആയിക്കോട്ടെ, എന്നാ ഞാൻ കിടക്കട്ടെ. സ്ട്രോബെറി ഇട്ടത് വൈറ്റ് കളർ അത് എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മാംഗോന്റെ കൂടെ അത്ര രസം ഓറഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല, കാരണം എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല പിങ്ക് കളർ. അപ്പൊ അതിന്റെ കൂടെ ഓറഞ്ച് വരുമ്പോ രസം ഉണ്ടാവും. പക്ഷെ ടേസ്റ്റിലേക്ക് നിൽക്കാറില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ സ്ട്രോബെറി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, കാരണം ഇതിപ്പോ ഇത് സ്പൂണോൺ ഇട്ടാ ശരിയാവില്ല. ഇതിങ്ങനെ കമത്തി വെച്ചാലാണ് തിരിച്ചിടുന്ന സമയത്ത് ആ സ്ട്രോബെറിന്റെ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്ന് അഞ്ചിന്റെ ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് വരിക. ഞാനത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യാണ് ആപ്പിൾ വെച്ചിട്ട് കേട്ടോ. എനിക്കൊരു ഡിസൈൻ ആരെങ്കിലും ഒന്നും മനസ്സിലായി. വെച്ചിട്ടുള്ള ഡിസൈൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവളിപ്പോ ഇത് ഡിസൈൻ ചെയ്തൊരു കാര്യമുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോ അതിലേക്ക് ജെലാറ്റിൻ ഒഴിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ മിക്സ് ആയില്ല. അത് മെല്ലെ ഒഴിച്ചാൽ മതി, നമുക്ക് നല്ല നീച്ചിൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. ഇന്നെ കാണിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഫ്രൂട്ട്സ് കാണാൻ നല്ല ഭംഗി, നല്ല ഭംഗിയുണ്ട്. ആ സ്ട്രോബെറി വന്നപ്പോ അതിന്റെ ലെവലേ മാറിട്ടോ. പ്രൊഫഷണൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലേ. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് വരാൻ നോക്കാം. അങ്ങനെ തേർഡ് റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നമുക്കുള്ളത് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, പിന്നെ ഗ്രേപ്സ് ഉണ്ട്. എനിക്ക് പൊമഗ്രനേറ്റ് വേണം കേട്ടോ. ഇത് രണ്ടുപേർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് പൊമഗ്രനേറ്റ് വേണമെന്നുണ്ട്, പക്ഷെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണൂല. ഇടാനൊക്കെ പറ്റൂട്ടോ, കാര്യം കുഞ്ഞല്ല. അപ്പൊ എല്ലായിടത്തും ഇതിലും റെഡ് എനിക്ക് കിട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം. ഇതിലേക്ക് ഗ്രീൻ ഇല്ല. എനിക്ക് ഏതാ വേണ്ട തരാൻ ഇടിയില്ല. പൊമഗ്രനേറ്റ് ഭയങ്കര ബാഡ് ലക്ക് ആണല്ലേ ഈ ചാലഞ്ചില്. അതെന്ത് കഷ്ടം. അവർക്ക് രണ്ടുപേർക്കും അതായിട്ടുണ്ട്. എനിക്ക് ആപ്പിളെ വൈറ്റ് ആണ് കിട്ടിയത്. ഇനിയിപ്പോ ഈ വൈറ്റും കൂടെ വന്നു. പക്ഷെ ആ ആപ്പിൾ ഇരുന്ന് കുറച്ച് ഡാർക്ക് കളർ ആയിക്കോളും. നമുക്ക് ഗ്രീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ
ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടുവിലാട്ടോ വെച്ചുകൊടുക്കുന്നത്. അപ്പൊ ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് പിങ്കും ഗ്രീനും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിത് സെന്ററിൽ നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഈ കളർ കിട്ടാത്തോണ്ട് ഇപ്പൊ വൈറ്റ് ആണ് ഞാൻ സെന്ററിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. കഴിഞ്ഞ റൗണ്ടിൽ കളർഫുൾ എന്താ കിട്ടണമെന്ന് വിചാരിച്ചു അത് പോയി. ഈ റൗണ്ടിൽ കളർഫുൾ കിട്ടണമെന്ന് വിചാരിച്ചു അത് പോയി. പക്ഷെ ആരതാണ് അവസാനം വെച്ചിട്ട് നന്നായി വരിക നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ജലാറ്റിന് ഒഴിച്ചിട്ടേ മനസ്സിലാവും. ഞാനിതാ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ. ഇതിങ്ങനെ ഇടയിലൊക്കെ പോയിരിക്കുന്നതാണോ നല്ല രസമുണ്ടാവും. ഞാനിതിവിടെ ഫില്ലാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ജലാറ്റിന് ഒഴിക്കുന്ന സമയത്ത് അതൊരു കേക്ക് രൂപത്തിൽ കിട്ടണല്ലോ. അപ്പൊ നമ്മൾ ലെയർ ലെയർ ആയിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോ എന്റെ ജെല്ലി കേക്കിന്റെ ബേസ് ഇത് എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും ടോപ്പിൽ ഞാനിത് ആപ്പിൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത മാംഗോ ആണുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഇതേ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ജെല്ലി കേക്ക് ഇങ്ങനെയാണുള്ളത്. ഇവിടെ ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ലെയറിൽ വരെ അധികവും ഡ്രാഗൺ ഫ്രൂട്ട് ഏറ്റവും ഗ്രേപ്സ് ഇങ്ങനെ ഇങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. ഇന്നത്തെ എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ സെൻട്രൽ ആ കിവിന്റെ ആയിരുന്നു കൊടുത്തത്. പിന്നെ മൊത്തം സ്ട്രോബെറി കൊടുത്ത്, പിന്നെ കുഞ്ഞു കുഞ്ഞു അനാർ എല്ലായിടത്തും ഇട്ട് കൊടുത്ത്. ഇത് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഈ അടിഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ നല്ല നല്ല രസം. എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട അതാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് ആണ്, അതുകൊണ്ടാണ് അത്ര ഭംഗി കാണുന്നത്. റെഡ് ഗ്രീൻ കോമ്പോയി വന്നിട്ടുണ്ട്. അതൊരു സംഭവം. 5 ചാലഞ്ചിൽ ഭയങ്കര ലക്കിയാണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഈ നാലാമത്തെ റൗണ്ട് നമ്മുടെ മുന്നിലുള്ളത് ബ്ലാക്ക് കളർ ഗ്രേപ്സ് ഉണ്ട്, പിന്നെ പേരക്ക ഉണ്ട്, പിന്നെ നമുക്ക് സപ്പോർട്ടയാണ് ഉള്ളത്. പേരക്കൊക്കെ അവിടെ ഇരുന്ന് അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആർക്കൊക്കെ കിട്ടാന്നറിയില്ല. ഇതിലേക്ക് ടേസ്റ്റ് വൈസ് സപ്പോർട്ട് നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സപ്പോർട്ട്. കളർ വൈസ് എനിക്ക് ഗ്രേപ്സ് വേണമായിരുന്നു. എനിക്ക് ഗ്രേപ്സ് വേണം. ശരിയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണ്. ഇത് ശ്രീക്ക് കിട്ടിയില്ലെങ്കിൽ ഓള് കരയും. ഇതിപ്പോ എവിടെ ശരിക്കും അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. 5 ഗ്രേപ്സ് കിട്ടിയത്. എനിക്ക് പേരൊക്കെയാണ് കിട്ടിയത്. പേരൊക്കെ കിട്ടിയില്ലല്ലോ, സന്തോഷം. വലിയ കാര്യമൊന്നുമില്ല. ഫുൾ ഓഫ് കളറായി പോകുന്നു. ആദ്യം കിട്ടിയതെങ്കിൽ മുന്തിരി, അതിന്റെ കൂടെ തന്നെ അതേ കളറുള്ള പേരക്ക് കിട്ടി. നല്ല അടിപൊളിയായിട്ട് ഈ ചൈന ഗ്രാസ് സെറ്റ് ആയി വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. ഒരുവിധമൊക്കെ പുളിയുള്ളതാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. അത് ഞങ്ങളൊന്നും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഞാനിപ്പോ ചിക്കു ഇങ്ങനെ ബോർഡർ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പൊ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ബോർഡർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഫില്ല് ചെയ്യാം. ഞാനിതേ ഈ നേരത്തെ ശ്രീ ആപ്പിള് വെച്ചില്ലേ, അതേപോലെ തന്നെ ഈ പേരൊക്കെ ബോർഡർ ആക്കിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ആ കുരുവൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോ പുറത്തുനിന്ന് കാണാൻ സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും. ഞാനിത് എനിക്ക് കിട്ടിയുള്ള ഗ്രേപ്സ് ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഗ്രേപ്സ് നമുക്ക് ഈ നടുവിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല കാണുന്നുണ്ട്, അത് മതി. ഇപ്പൊ തൽക്കാലം ഇതിനൊരു കുഴപ്പമില്ല, നല്ല ഭംഗിട്ടോ കാണാന്. ഇവിടെ സ്ട്രോബെറി എന്തൊക്കെയായിരുന്നത്? സ്ട്രോബെറി ഉണ്ടായിരുന്നു, പൊംഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. ഈ ഗ്രേപ്സ് മൊത്തം ഞാൻ ഫില്ല് ചെയ്തത് വെച്ചാല് ആ ജലാറ്റിൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ആ സാധനം മാത്രം കഴിക്കേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെ താഴെ നോക്കുന്ന സമയത്ത് എല്ലാം ലെയർ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് റൗണ്ടിലുള്ള ഫ്രൂട്ടും കൂടി കിട്ടിയിട്ടാണ് നമുക്ക് അതിൽ ജലാറ്റിൻ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യേണ്ടത്. അപ്പൊ ലാസ്റ്റ് റൗണ്ടിൽ എന്താ കിട്ടാൻ നമുക്ക് നോക്കാം. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നമുക്ക് വാട്ടർമെലൺ ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, പിന്നെ ബനാന ഉണ്ട് കേട്ടോ. റോബസ്റ്റ് ആണ് ഈ റൗണ്ടിൽ സ്ട്രീറ്റ് പേടി സമയം എന്ന് പറയുന്നത് ഈ റോബസ്റ്റ് ആണ്. കൃത്യമായിട്ട് എനിക്ക് കിട്ടും. അത് ചിലപ്പോ എനിക്ക് കിട്ടാനുള്ള കേട്ടോ. കാര്യം ഇത്ര എണ്ണം ഇങ്ങനെ കിട്ടിയതുകൊണ്ട് അതെന്തായാലും കിട്ടാൻ. പക്ഷേ ഈ ഒരു ജെല്ലി കേക്കിലേക്ക് ഈ ബനാന കിട്ടി കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയാണ്. ഇത് ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം മുറിച്ച് വെച്ചോണ്ടാന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ പഞ്ചസാര കിട്ടി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അതേപോലെ ആയിട്ടുണ്ട്. ആഗ്രഹം പറയുന്നത് എന്നാലും എനിക്ക് വാട്ടർമെലൺ കിട്ടുന്നതാണ് എന്റെ ആഗ്രഹം. ഈ വാട്ടർമെലനും വേണോ പപ്പായും വേണോ? ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതാവുമ്പോ ഞങ്ങൾ പേര് കുറ്റുണ്ടാവുമല്ലോ. ശരിക്കും ഞാനാണ് കറക്കേണ്ടത്. അങ്ങനെ ആദ്യമായിട്ട് ശ്രീ വിചാരിച്ചൊരു സാധനം അവിടെ ഒരാൾ ഷാമ എവിടെയാ നിന്നെന്നുള്ളത് നോക്കിയിട്ടില്ല. പേരൊക്കെ ഇത് ഒരേപോലെ കാണാൻ വേണ്ടിട്ട് എനിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പപ്പായാണ് കിട്ടിയത്. ഷാമയ്ക്കാണ് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാനിത് ഷാമ വിചാരിച്ചു സന്തോഷത്തിലിരുന്ന്. കുഴപ്പമില്ല, ടേസ്റ്റിൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് പേരൊക്കെ ഇത് ഏകദേശം ഒരേപോലെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഇത്രയും നേരം ഇങ്ങനെ പോയിട്ട് നോക്കാൻ കിട്ടിയോണ്ട് ഞാനിത് ഈ റോബസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ.
ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാനിത് എനിക്ക് കിട്ടി പപ്പായ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കളേഴ്സിന്റെ കൂടെ അത് പപ്പായ കൂടി വന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഞാനിത് എനിക്ക് കിട്ടിയ വാട്ടർമെലൺ ഞാൻ ഫസ്റ്റ് ലെയർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ആ ഒരു റെഡ് കൂടെ കാണാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ബേസിലേക്ക് ഇത് ഈ റെഡ് കളറ് വാട്ടർമെലൺ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡ്സിലും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നോക്കി ഇത് സൈഡിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ജെല്ലി കേക്ക് ആയി വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഓറഞ്ച് പിന്നെ ഇവിടെ വൈറ്റ് അതിന് തൊട്ട് മുകളിൽ ഈ ഒരു ഗ്രീൻ കൂടെ ഒക്കെ നല്ല രസമുണ്ട്. നേരത്തെ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് വരിക? മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ചിക്കു ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് ഉള്ളിൽ ഇത് എങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ജലാറ്റിൻ ഒഴിച്ചിട്ട് വേണം ഈ കേക്കിന്റെ ബാക്കി രൂപം കാണാൻ വേണ്ടിട്ടോ. എന്റെ മൊത്തത്തിൽ ഒരു റെഡ് ഷെയ്ഡിലാട്ടോ ഉള്ളത്. മേലെ ഭാഗത്ത് ബ്രൈറ്റ് ആയിട്ട് ഓറഞ്ച് വന്നിട്ടുണ്ട്. ഓരോ ലെയറുകളായിട്ട് നല്ല കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും അടിയിലാണ് കിവി ഉള്ളത്. അത് നമ്മളെ ജലാറ്റിൻ ഒഴിച്ച് വരുന്ന സമയത്ത് സെൻട്രലിൽ ആ കിവി ഇങ്ങനെ കാണും. അപ്പൊ നമുക്കിനി ലാസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ഇതിലേക്ക് ജലാറ്റിൻ ഒഴിക്കാം. അപ്പൊ നമ്മൾ ജലാറ്റിനൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കാം. മാക്സിമം ഫ്രൂട്ട്സ് മൂവ് ആവാതെ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടി. മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ പോകും കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഫില്ലായിട്ട് വരണം. ഇല്ലല്ല ഇപ്പൊ ഫില്ല് ആവുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇതിനൊരു ഇളക്കം പറ്റില്ല കേട്ടോ. സമാധാനം. ഇതെന്താ എന്റെ ഫ്രൂട്ട്സിന്റെ ഇത് മൊത്തം മേലെ വരെ ഉള്ളതുകൊണ്ട് ഇത് ഫില്ലായിട്ട് ഇരിക്കണോ. ഞാനിതാ ജലാറ്റിൻ വെച്ചിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ സെറ്റ് ചെയ്യാം. കുറച്ച് നമുക്ക് എല്ലാ സൈഡിലും ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതായി വന്നാലേ അറിയുള്ളൂ ഇങ്ങനെ ഉണ്ട് കാണാനുള്ളത്. നമ്മൾ അറേഞ്ച് ചെയ്ത് അതേ രൂപത്തിലായി വന്നാലും ശരിക്കും നല്ല രസം നോക്കാണ്. അപ്പൊ ഞാനിതായത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായി വന്നിട്ട് അറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇനി അടുത്ത് ഇതിന്റെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഓരോ ഷേപ്പിലൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും ഓരോ ഷെയ്ഡിലാ വന്നിട്ടുള്ളത് കേക്ക്. ഞാൻ ടോപ്പ് വരെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ശ്രീന്റെ ഫില്ല് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിത് 3 പേരതും ഇങ്ങനെ ഈ ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ ഫ്രിഡ്ജ് ഒന്ന് കണ്ടാലും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. ഇത് 5-ന്റെതാ. സ്ട്രോബെറി ഒക്കെ മേലെ വന്നിട്ടുണ്ട് കിവി പപ്പായ ഒക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രോബെറി അടിയിലുള്ള ഡെക്കറേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതങ്ങനെ നല്ല ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ നല്ല ഡിസൈനിലൊക്കെ വെച്ച ആപ്പിൾ ആയിരുന്നു കഴിച്ചത്. അതൊക്കെ അപ്പൊ എങ്ങനെയായി? ഇതിലും വലുതല്ലല്ലോ. താഴെ ഞാൻ ഡിസൈനിൽ വെച്ച സ്ട്രോബെറി മേലെ കിടക്കുന്ന മൊത്തം. ഇനി അടുത്തത് ഇന്റത് നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കളർ മൊത്തം ആ ജെല്ലിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ആ ജെല്ലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്താണ് കറക്റ്റ് അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ മനസ്സിലാവാട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രെയിമിന് ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെള്ളമായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ചെയ്യാട്ടോ. ഇന്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കളിക്കുന്നുണ്ട്. നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് പ്ലേറ്റ് നമുക്ക് ആദ്യം ഇതിന്റെ മുകളിൽ കമത്തി വെക്കാം. ഒരു സൈഡ് പൊട്ടി വന്നത്. പക്ഷെ ജെല്ലി ആയിട്ടാണ് ഇട്ടത്. നല്ല രസം ഉണ്ടാവുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രൂട്ട്സ് ഒക്കെ പോയിട്ടോ. കണ്ടോ കറക്റ്റ് ജെല്ലി ആയിട്ട് ഇതാ ഇതുണ്ടോ. ജെല്ലി ആയിട്ട് തന്നെ വന്നിട്ട്. പക്ഷെ ആ ഫ്രൂട്ട്സ് ഒക്കെ പോയി. ശരിക്കും നല്ല രസമുണ്ട്. ഞങ്ങളതൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഷാമിന് പക്ക പിങ്ക് കളറിലാണ് വെക്കുന്നത്. എന്നാലും എന്റെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഷേപ്പിൽ തന്നെ നിൽക്കൂ. ഞാനിതാ പോയ ഫ്രൂട്ട്സ് ഒക്കെ എന്നെ മുകളിലേക്ക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഇന്റത് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എങ്ങനെയാ വരിക എന്നുള്ളത് ചെയ്യട്ടെ. 3, 2, 1 go. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഒരു ഗ്ലാസ് ഫിനിഷിൽ വന്നിട്ടുണ്ട് അല്ലേ? ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടോ ഈ സൈഡൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ട്രാൻസ്പെറന്റും ആണ്. പക്ഷെ ഒരു പിങ്ക് കളറും ഉണ്ട്. അതിന്റെ കൂടെ ഫ്രൂട്ട്സുകൾ എല്ലാം കാണാണ്ട്. ഇത് പേരൊക്കെ കാണാണ്ട്. പിന്നെ ഗ്രേപ്സ് ഉണ്ട്, പച്ച ഗ്രേപ്സ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്. ഈ പേരക്കൊക്കെ കാണാൻ ഒരു ഗ്ലാസ് ഫിനിഷിൽ ഒക്കെ ഉണ്ട് അല്ലേ? അടിപൊളിയാ വന്നിട്ട്. കഴിക്കാൻ തോന്നുന്നു. അടുത്ത സ്വീറ്റ് നമുക്ക് ചെയ്തോക്കാം. കിട്ടിയാ മതിയായിരുന്നു. 3, 2, 1 go. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വിശ്വാസം നേരെ വീണത്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്,
ചിക്കു ആപ്പിള് ആപ്പിൾ ഞാൻ ഡെക്കറേഷൻ കൊടുത്തിരുന്നു, പക്ഷെ ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും കേക്ക് പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടോ ക്രിസ്റ്റൽ പോലെ ഉണ്ട്, നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിട്ട്. അടിപൊളിയാ വന്നിട്ട്. ഇനിയിപ്പോ നമുക്ക് മൂന്നാളത് കട്ട് ചെയ്യണം. ഓൾറെഡി പൊട്ടിയതുകൊണ്ട് എനിക്ക് അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാമി കട്ട് ചെയ്തോട്ടോ. ഓക്കെ, ഞാൻ ആദ്യം കട്ട് ചെയ്യാം. എനിക്ക് പിങ്ക് കളർ കട്ട് ചെയ്തിട്ട് എങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്തോട്ടെ. നമുക്ക് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. ആ ജെല്ലിന്റെ അതേ കൺസിസ്റ്റൻസിയിലാട്ടോ ഇതുള്ളത്. കറക്റ്റ്. ഇതിപ്പോ നമ്മളെടുത്ത് പുറത്ത് വെച്ചതിന്റെ ആ രീതിയിൽ കുറച്ചൊന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട്. വേഗം എടുത്തിട്ടില്ലേ വേഗം മെൽറ്റ് ആയി പോകും. അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. ജെല്ലി ഇങ്ങനെ കാണിച്ചു നല്ല രസമുണ്ട് കാണാന്. കണ്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഒരു ജെല്ലി കഴിക്കുന്ന അതേ സെയിം ഫീലിംഗ് ആട്ടോ. നല്ല ഫ്ലഫി ആണ്. അതിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂടെ ജെല്ലി കഴിക്കുന്ന അതേപോലെ തന്നെ ഇത് ജെല്ലിയില് നല്ല മധുരം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മധുരം ഉണ്ടാവും. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലേവർ നല്ലായിട്ടുണ്ട് കേട്ടോ. ജെല്ലിന് കാര്യം നല്ല മിക്സ് ആയതുകൊണ്ട് അതിന്റെ കളർ പോലെ തന്നെ അതിന്റെ ഫ്ലേവർ നല്ലോണം ഉണ്ട്. ഇനി പഠിത്തം ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടോ. ഞാനിത് ഇവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. മുളക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആ ഉള്ളിലുള്ള ഫ്രൂട്ട്സ് മാംഗോയും ആ ചിക്കു ആപ്പിൾ എല്ലാം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ആ ഫ്രൂട്ട്സ് അടക്കം നല്ല നീറ്റിൽ കട്ട് ചെയ്തെടുക്കണം. വലിയ വലിയ ആപ്പിൾ പീസസ് ആണ് അതിന്റെ ഉള്ളിലുള്ളത്. അതാണ് എന്റെ പേടി. ആപ്പിൾ മൊത്തത്തിലല്ലേ. അതെ, ആപ്പിളിന്റെ ഒരു പീസ് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങോട്ട് എടുക്കാം. കറക്റ്റ് കേക്ക് പോലെ കിട്ടി. സെറ്റ്. ഇത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്, വാട്ടർമെലൺ, മാംഗോ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കു അതിന്റെ സൈഡിലുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമുള്ളതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ്. ആ ഡ്രാഗൺ ഫ്രൂട്ട് കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ. ചിക്കു കിട്ടിയിട്ടുള്ളത് മാംഗോയും കിട്ടി. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ. ഇനി അടുത്ത ഇതിന്റെ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ട ഇതിന്റെ ഉള്ളിൽ സ്ട്രോബെറി കിവി ഒക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്യട്ടെ. ഇത് കുറച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേഗം കട്ട് ചെയ്യാം. ഈ ഒരു സെന്റർ മാത്രമേ പൊളിഞ്ഞു പോയിട്ടുള്ളൂ. സൈഡ്സ് ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഫ്രൂട്ട്സ് ഉള്ളിലാട്ടോ. ഇത് കണ്ടോ കറക്റ്റ് ജെല്ലി ഇങ്ങനെയാട്ടോ മനസ്സിലാവുന്നത്. കഴിച്ചു നോക്കട്ടെ. സ്ട്രോബെറി ഗ്രേപ്സ് ഒക്കെ ഉണ്ട് അതില്. കുറച്ച് പുളി ഉണ്ടാവും. ഓളയില് സ്ട്രോബെറി കിവി ഒക്കെ നല്ല പുളി ഉള്ളതാണ്. മൊത്തത്തിൽ പുളിയുള്ളൊരു കേക്ക് പോലെ നീയൊക്കെ കഴിച്ചു. നിന്റെ നല്ല പഴുത്ത പപ്പായ കിട്ടിയതില് അവർക്ക് തീരെ ഇഷ്ടമുള്ള സാധനം കേട്ടോ അത്. നല്ല രസമുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിട്ട് അത് മൂന്ന് ടൈപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു കേക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജെല്ലി കേക്ക് ഏതാന്ന് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ